ഹായ് ഗുഡ് മോർണിംഗ്. ഗ്രീൻ ഹെവൻ തന്നെയാണ്. ശബ്ദത്തിനൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും, അവർ പേടിക്കണ്ട. ശരിയായി വരുന്നേ ഉള്ളൂ. ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളത് ശരിയാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ അതാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ചെടിഭ്രാന്തന്മാരെയും അല്ലെങ്കിൽ വ്യത്യസ്തരായിട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ ഒത്തിരി പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തരാണ് എല്ലാവരും. കാരണം അത്ര മനോഹരമായി അവർ ഒരു പ്ലാന്റിനെ മാത്രം, അതായത് നമ്മുടെ നാടൻ വാൻഡറിങ് ജൂ ഒരു 5-6 പേരെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്തായാലും ഇതൊരു നാടൻ വെറൈറ്റി വാൻഡറിങ് ജൂ എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. വല്ലാത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ആകെ 4 ക്രോട്ടൺ പ്ലാന്റും ഒരു ഞാവലും ഒരു പുളിയും മാത്രമാണ് ഈ ഒരു വാൻഡറിങ് ജൂ കൂടാതെ ഉള്ളത്. ആ പുളിയാണെങ്കിൽ വീട്ടിലോട്ട് നല്ല കറക്റ്റായിട്ട് നിന്നിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടാൻ പറ്റിയൊരു സ്ഥിതിയിൽ തന്നെയാണുള്ളത്. മനോഹരമായ ഒരു കാഴ്ച എന്നല്ലാതെ എന്താ അതിന് പറയാം അല്ലേ. എന്തായാലും കാർ പോർച്ച് സെറ്റ് ചെയ്തായിരുന്നു. കാർ പോർച്ച് ഷീറ്റ് ഇട്ടിട്ടാണ്. ആ ഷീറ്റിൻ്റെ മുകളിൽ നമ്മുടെ പുളിയുടെ ഞാവലിൻ്റെ ഒക്കെ ഇലകൾ അടിഞ്ഞുകൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടുമാണ്. ശരിക്കും ആ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഒരു തണ്ട് കൊണ്ടിട്ടത് അങ്ങനെ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തതൊന്നുമല്ല. എന്തായാലും മനോഹരമായിട്ട് സെറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു, ഇത് എവിടെയാണോ സ്ഥലം എന്നുകൂടെ പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. കേരളത്തിൻ്റെ അക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വീട്. MG യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്താണ്. PDAക്കൽ ജോണിച്ചേട്ടൻ്റെ വീടാണ്. ജോണിച്ചേട്ടൻ്റെ വീട് മാത്രമാണോ എന്ന് വെച്ചാൽ അല്ല. ജോണിച്ചേട്ടൻ്റെ ഭാര്യയായ സോഫിയ ആൻറ്റിയുടെയും മക്കളായ എഡ്വിൻ ജോണിയുടെയും എഡ്വിന ജോണിയുടെയും കൂടി വീടാണ്. ജോണിച്ചേട്ടൻ നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഇത് കൂടാതെ ഈ വീടിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ചരിത്ര പ്രധാനമുള്ള നമ്മുടെ അതിരമ്പുഴ പള്ളി ഈ വീടിൻ്റെ മുമ്പിൽ നിന്നാൽ സുഖമായിട്ട് കാണാം. ഈ വരുന്ന ജനുവരി 24-25 അവിടുത്തെ പ്രസിദ്ധമായ തിരുനാൾ. അതുപോലെ ഇനി 3-4 കമൻറ്റ് കൂടെ വരാൻ സാധ്യതയുണ്ട്. പാമ്പ് കയറില്ലേ, ഷീറ്റ് നാശാവില്ലേ എന്നൊക്കെ. ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടിൻ്റെ ചുറ്റിലും താമസിക്കുന്നവർക്കോ ഒന്നും യാതൊരുവിധ പ്രോബ്ലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ചെടികളെ അമിതമായി സ്നേഹിക്കുന്നവർക്ക് പൊതുവെ ഒരു ശ്രദ്ധയുണ്ട്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർക്ക് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയുമുണ്ട്. ഇതുവരെ അങ്ങനെ വലിയൊരു അപകടങ്ങളൊന്നും എവിടെയും ഭാഗ്യം കൊണ്ട് കേട്ടിട്ടില്ല. പിന്നെ ഇനി വരുന്ന കമൻറ്റ് പ്രൊപ്പഗേഷൻ എന്താണ്, വളം എന്താണ്, പൊട്ടിമിക്സ് എന്താണ്. ഇതിന് പ്രൊപ്പഗേഷൻ ഉണ്ടായിട്ടില്ല. കാരണം 1-2 തണ്ട് കൊണ്ട് ഷീറ്റിൻ്റെ മുകളിലിട്ടു, അതുകൊണ്ട് അതില്ല. വളമായിട്ട് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നല്ല വേനൽക്കാലത്ത് ഒരല്പം നന മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ വീടുകളും വീട്ടുകാരെയൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അവരെ നമുക്ക് ഒരുമിച്ച് പുറലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. എന്തായാലും ഈ ഭാഗത്തൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, ഈ അതിരമ്പുഴ പെരുന്നാളിനോ തിരുനാളിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിലൊക്കെ ഒന്ന് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.